കേസുമായി ബന്ധപ്പെട്ടുള്ള ഇനി നമുക്ക് മറ്റ് ക്രൈം വർക്ക് മാത്രമേ ഉള്ളൂ. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും ഇതോടെ അവസാനം. അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ അയാൾ പറഞ്ഞത് അത് അവിടുന്ന് വിറ്റ ആയുധമല്ല എന്ന്. നമുക്ക് അയാൾ അങ്ങനെ പറഞ്ഞാലും ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട് അവരുടെ കമ്പനിയുടെ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചു. ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ്, അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. കത്തികൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മളിപ്പോ ഒരു ഉരുക്കിന്റെ ഇരുമ്പിന്റെ എന്തെങ്കിലും കഷ്ണം കൊണ്ട് കൊടുത്താലും ഒരു പുതിയ കത്തി ഉണ്ടാക്കി തരുന്ന ഒരു സംഭവം അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവിടെ എല്ലാം ഇവിടെ വിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ അത് ഐഡന്റിഫൈഡ് ആണ്. ബാക്കി നടപടികൾ അയാളത് ചെടികൾ ഒന്ന് താമസിക്കാൻ പോകുമ്പോൾ ചുറ്റുപാടുള്ള കാട് വൃത്തിയാക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ ഇന്നലെ നിങ്ങൾ കുറെ വാർത്ത കൊടുത്തില്ലേ? ആ പുഷ്പേനെ കണ്ട് എന്തിനാണ് പല്ല് കടിച്ചെന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം പുഷ്പ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. പുഷ്പേനെ തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്ര മാത്രമല്ല. ഞാൻ പോണിനി. ശരി. കോടതിയിൽ 12. പിന്നെ മകൾക്ക് വീട് കൊടുക്കണം, മകളെ ഭയങ്കര ഇഷ്ടമാണെന്ന് കൂടിയാണ് പുള്ളി ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞതാണ്. അപ്പോൾ ബാക്കി നടപടികൾ നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾ ഉണ്ടാവും. അത് മേലുദ്യോഗസ്ഥന്മാരുമായി കൂടിയാലോചിച്ചുണ്ടാവും.